ഹലോ എഡിറ്റേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീമിയർ പ്രോയിൻ്റെ ടൂൾസിനെ കുറിച്ചാണ്. പ്രീമിയർ പ്രോയിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ടൂൾസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. വളരെ കുറച്ച് ടൂൾസ് മാത്രമേ നമുക്കിവിടെ ഉള്ളെങ്കിലും ഉള്ള ടൂൾസൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂൾസുകളാണ്. ഇതിൽ ചില ടൂൾസിന് സൈഡിലായിട്ട് നമുക്കൊരു ആരോ ഐക്കൺ കാണാം. അതെന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ആ ടൂളിന് സിമിലർ ആയിട്ടുള്ള ടൂൾസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് ഓരോ ടൂളും എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ടൂൾ ബാറിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടൂളാണ് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്നത്. സെലക്ഷൻ ടൂളിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് V ആണ്. സെലക്ഷൻ ടൂൾ യൂസ് ചെയ്താണ് നമ്മുടെ ടൈം ലൈനിലെ എലമെൻറ്റ്സ്, ക്ലിപ്സ്, അതുപോലെ തന്നെ നമ്മുടെ മ്യൂസിക് കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ മൂവ് ചെയ്യാനും നമ്മൾ ഈ സെലക്ഷൻ ടൂളാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഈ ക്ലിപ്പ് ബേസിക്കായിട്ട് നമുക്ക് ട്രിം ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ടൂള് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രീമിയർ പ്രോയിലെ രണ്ടാമത്തെ ടൂളാണ് നമ്മുടെ ട്രാക്ക് സെലക്ഷൻ ഫോർവേഡ് ടൂൾ എന്ന് പറയുന്നത്. ട്രാക്ക് സെലക്ഷൻ ഫോർവേഡ് ടൂൾ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ടൈം ലൈനിലേക്ക് ആ ടൂൾ കൊണ്ടുവരുമ്പോഴത്തേക്കും രണ്ട് ആരോ ഐക്കൺ കാണാവുന്നതാണ്. ഓക്കെ, മനസ്സിലായോ? ഇതാണ് നമ്മുടെ ട്രാക്സ് എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ വെറും V1 ആൻഡ് A1 എന്ന് പറയുന്ന ഈ രണ്ട് ട്രാക്ക് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. V1 എന്ന് പറയുന്ന ട്രാക്കിൽ ഞാൻ കുറച്ച് 5 ക്ലിപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ A1 എന്ന് പറയുന്ന ഈ ഒരു ഓഡിയോയുടെ ട്രാക്കിൽ ഞാനൊരു മ്യൂസിക്കും ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നമ്മുടെ ടൈം ലൈനിലേക്ക് വന്നിട്ട് എനിക്ക് ഈ ഒരു യെല്ലോ ക്ലിപ്പ് തൊട്ടുള്ള റൈറ്റ് സൈഡിലേക്കുള്ള എല്ലാ എലമെൻസും എനിക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ട്രാക്ക് സെലക്ഷൻ ഫോർവേഡ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ഞാൻ ഈ ഒരു യെല്ലോ ക്ലിപ്പിൽ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തപ്പോഴത്തേക്ക് കണ്ടില്ലേ, നമ്മുടെ റൈറ്റ് സൈഡിലേക്കുള്ള എല്ലാ എലമെൻസും നമുക്കിവിടെ സെലക്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ട്രാക്ക് സെലക്ഷൻ ബാക്ക്വേർഡ് ടൂളുണ്ട്. ഇതിൻ്റെ യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് യെല്ലോ ക്ലിപ്പിൽ ഞാൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടില്ലേ, നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള എല്ലാ എലമെൻസും നമുക്ക് സെലക്ട് ആയിട്ടുണ്ട്. ഒറ്റ ട്രാക്കിലുള്ള എലമെൻറ്റ്സ് സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുന്നു. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഡബിൾ ആരോ ഐക്കൺ എന്നുള്ളത് സിംഗിൾ ആരോ ഐക്കണായിട്ട് മാറുന്നതായിരിക്കും. അതിനുശേഷം ഞാൻ യെല്ലോ ക്ലിപ്പ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ യെല്ലോ ക്ലിപ്പിന് റൈറ്റ് സൈഡിലേക്കുള്ള ആ ഒരു ട്രാക്കിലുള്ള എലമെൻറ്റ്സ് മാത്രം സെലക്ട് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ടൂൾ ബാറിലെ മൂന്നാമത്തെ ടൂളാണ് റിപ്പിൾ എഡിറ്റ് ടൂൾ എന്ന് പറയുന്നത്. റിപ്പിൾ എഡിറ്റ് ടൂളിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് B ആണ്. ഓക്കെ, റിപ്പിൾ എഡിറ്റ് ടൂളിൻ്റെ യൂസ് എന്തെന്ന് വെച്ചാൽ റിപ്പിൾ എഡിറ്റ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ക്ലിപ്പിൻ്റെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് ആ ക്ലിപ്പ് ഷോർട്ടാക്കി ഇവിടെ ഈ ഒരു പ്ലേ ഹെഡിൻ്റെ ഈ ഒരു ഏരിയയിലേക്ക് കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ ആ ക്ലിക്ക് വിടുമ്പോഴത്തേക്കും നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ആ ഒരു വീഡിയോസ് എല്ലാം ആ ഒരു ഏരിയയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് യൂസ് ചെയ്ത് ഈ ഒരു റിപ്പിൾ എഡിറ്റ് ടൂൾ യൂസ് ചെയ്ത് നമ്മുടെ ഈ ക്ലിപ്പിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ക്ലിപ്പിൻ്റെ ലെങ്ത്ത് കൂട്ടാനും പറ്റുന്നതാണ്. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ടൂൾ ബാറിലെ നാലാമത്തെ ടൂളാണ് റോളിംഗ് എഡിറ്റ് ടൂൾ. നമ്മുടെ റിപ്പിൾ എഡിറ്റ് ടൂളിന് താഴെയായിട്ട് റോളിംഗ് എഡിറ്റ് ടൂൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ടൂളിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് N ആണ്. അപ്പോൾ നമ്മുടെ റോളിംഗ് എഡിറ്റ് ടൂളിൻ്റെ യൂസ് എന്തെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു എഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് എനിക്കിത് ഈ ഒരു പ്ലേ ഇരിക്കുന്ന ഏരിയയിൽ എനിക്ക് ഇവിടെ ഒരു കട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഈ ഒരു ക്ലിപ്പ് ഇവിടം വരെ മതി, എനിക്ക് ഈ ഒരു വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കണം. സെയിം ടൈമിൽ തന്നെ എനിക്ക് ഈ വീഡിയോയുടെ ഈ റൈറ്റ് സൈഡിലോട്ട് ഈ ഒരു യെല്ലോ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടുകയും വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ റോളിംഗ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു കട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു പ്ലേ ഹെഡ് ഇരിക്കുന്ന ഒരു സ്പേസിലേക്ക് കൊണ്ടുവച്ചപ്പോൾ കണ്ടില്ലേ നമുക്കിവിടെ ഒരു ചേഞ്ച് വന്നത്. ഈ ഒരു വീഡിയോയുടെ ലെങ്ത്ത് കുറയുകയും ചെയ്തു. അതേസമയം തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു യെല്ലോ ക്ലിപ്പിൻ്റെ ലെങ്ത്ത് കൂടുകയും ചെയ്തു. ഇതാണ് നമ്മുടെ റോളിംഗ് എഡിറ്റ് ടൂളിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ അഞ്ചാമത്തെ ടൂൾ എന്ന് പറയുന്നതാണ് നമ്മുടെ റിപ്പിൾ എഡിറ്റ് ടൂളിൻ്റെ ആ ഒരു ഗ്രൂപ്പിലുള്ള റേറ്റ് സ്ട്രെച്ച് ടൂൾ. റേറ്റ് സ്ട്രെച്ച് ടൂൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ക്ലിപ്പ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഈ ഒരു പ്ലേ ഹെഡ് ഇരിക്കുന്ന സ്പേസിലേക്ക് കൊണ്ടുവച്ചപ്പോഴേ എന്താണ് മാറ്റം വന്നിട്ടുണ്ട്, എന്താണ് ചേഞ്ച് വന്നിട്ടുള്ളതെന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ വീഡിയോയുടെ സ്പീഡ് കൂടി. ഓക്കെ, നമ്മുടെ വീഡിയോയുടെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുമാണ് നമ്മൾ ഈ ഒരു റേറ്റ് സ്ട്രെച്ച് ടൂള് യൂസ് ചെയ്യുന്നത്. ഇവിടെ ട്രിം ചെയ്യുകയല്ല ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ സ്പീഡ് കൂടുകയാണ്. ഓക്കെ, മനസ്സിലായില്ലേ? നമ്മുടെ ഇൻ പോയിൻറ്റും ഔട്ട് പോയിൻറ്റും സെയിം ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ വീഡിയോയുടെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുമാണ് നമ്മൾ ഈ ഒരു ടൂള് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൂൾ ബാറിലെ അടുത്ത ടൂളാണ് റേസർ ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ റേസർ ടൂളിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് C ആണ്. അപ്പോൾ റേസർ ടൂൾ യൂസ് ചെയ്താണ് നമ്മൾ ക്ലിപ്സ്, ഓഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അൺഡു ചെയ്യാനായിട്ട് നമുക്ക് Ctrl+Z യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൂൾ ബാറിലെ അടുത്ത ടൂളാണ് സ്ലിപ്പ് ടൂൾ എന്ന് പറയുന്നത്. സ്ലിപ്പ് ടൂളിൻ്റെ യൂസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഒരു യെല്ലോ ക്ലിപ്പ് ശ്രദ്ധിക്കുക. എന്നുവെച്ചാൽ
നമ്മുടെ ഈ ഒരു യെല്ലോ ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ലേഡി ദേ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതിന് ശേഷം വീണ്ടും ദേ ഇവിടെ എണീക്കുന്നു, അതിനുശേഷം വീണ്ടും വന്ന് ഇരിക്കുന്നു. ഇതാണ് നമ്മുടെ ആ ഒരു ക്ലിപ്പ്. പക്ഷേ എനിക്ക് എന്ത് ചെയ്യണം, ഈ ക്ലിപ്പിൻ്റെ ഇൻ പോയിൻറ്റും ഔട്ട് പോയിൻറ്റും ചേഞ്ച് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യണം, ഈ ഒരു ക്ലിപ്പിൻ്റെ ഈ ഒരു ലെങ്ത്ത് മാറാനും പാടില്ല. എനിക്ക് ഇൻ പോയിൻറ്റും ഔട്ട് പോയിൻറ്റും ചേഞ്ച് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ഈ വീഡിയോയുടെ ലെങ്ത്ത് മാറാൻ പാടില്ല എന്നാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു സ്ലിപ്പ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ക്ലിപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഇത് ബാക്കിലേക്ക് ഞാൻ ഡ്രാഗ് ചെയ്യുന്നു. എനിക്ക് ഇൻ പോയിൻറ്റ് കുറച്ചുകൂടെ പുറകിലേക്ക് വേണം. അപ്പോൾ ഞാൻ അങ്ങോട്ട് കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്കും ഇത് നമുക്കിവിടെ പ്രിവ്യൂ മോണിറ്ററിൽ കാണാം. ആ ലേഡി നമുക്ക് ഇരിക്കുന്നതായിട്ടായിരുന്നു നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ എൻ പോയിൻ്റ് എന്നും പറയുന്നത് ഇരിക്കുന്നതായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നതെന്ന് വെച്ചാൽ ആ ലേഡി നിൽക്കുന്നതായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഇൻ പോയിൻറ്റും ഔട്ട് പോയിൻറ്റും മാറിയിട്ടുണ്ട്. കണ്ടില്ലേ, സ്റ്റാർട്ടിങ് നിൽക്കുന്നതായിട്ട് ഇരുന്നിട്ട് വീണ്ടും എഴുന്നേൽക്കുന്നു. ഇതാണ് നമ്മുടെ ഔട്ട് പോയിൻറ്റ്. അപ്പോൾ നമ്മുടെ ഇൻ പോയിൻറ്റും ഔട്ട് പോയിൻറ്റും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റി. അറ്റ് ദ സെയിം ടൈം വീഡിയോയുടെ ലെങ്ത്തും മാറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ടൂളാണ് സ്ലൈഡ് ടൂൾ എന്ന് പറയുന്നത്. സ്ലൈഡ് ടൂളിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ യു ആണ്. ഓക്കെ, അപ്പം നമ്മൾ സ്ലൈഡ് ടൂൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ടൈം ലൈനിലുള്ള ഓരോ ക്ലിപ്സും സ്ലൈഡ് ചെയ്ത് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാനാണ് നമ്മൾ സ്ലൈഡ് ടൂൾ യൂസ് ചെയ്യുന്നത്. സ്ലൈഡ് ടൂൾ യൂസ് ചെയ്തതേ ഞാൻ ഈ ഒരു ക്ലിപ്പ് ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഈ ഒരു പ്ലേ ഹെഡ് ഇരിക്കുന്ന ഏരിയയിലേക്ക് മാറ്റുമ്പോൾ കണ്ടില്ലേ, നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ഈ ക്ലിപ്പിൻ്റെ ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ക്ലിപ്പിൻ്റെ ലെങ്ത്ത് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, റൈറ്റ് സൈഡിലേക്ക് മാറ്റുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഇത് ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ക്ലിപ്പിൻ്റെ ലെങ്ത്ത് കൂടി, റൈറ്റ് സൈഡിലുള്ള ഈ ക്ലിപ്പിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു. സോ ഇതാണ് നമ്മുടെ സ്ലൈഡ് ടൂളിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൂൾ ബാറിലെ അടുത്ത ടൂളാണ് പെൻ ടൂൾ. പെൻ ടൂളിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് പി ആണ്. ഓക്കെ, പെൻ ടൂളിൻ്റെ ഫസ്റ്റ് യൂസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമായിട്ടുള്ള ഷേപ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ പെൻ ടൂളിൻ്റെ ഫസ്റ്റ് യൂസ്. ഓക്കെ, മാസ്ക് അതുപോലെ തന്നെ ഷേപ്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനാണ് പെൻ ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പെൻ ടൂളിൻ്റെ രണ്ടാമത്തെ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പീഡ്, ഒപ്പാസിറ്റി പോലുള്ള ഓട്രിബ്യൂട്ട്സിന് കീ ഫ്രെയിം കൊടുക്കാനായിട്ട് നമുക്ക് ഈ പെൻ ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. സിമ്പിളായിട്ട് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മുടെ ടൈം ലൈനിലേക്ക് വരാം. ഞാൻ ഈ ഒരു പ്ലേ ഇട്ടിരിക്കുന്ന ഇവിടെ വന്നിട്ട് ഇത് നമ്മുടെ ഒപ്പാസിറ്റിയുടെ ഒരു ലൈനാണ്, ഒപ്പാസിറ്റിയുടെ ഒരു റെപ്രസെൻറ്റേഷനാണ്. ഞാൻ ഈ ഒരു പ്ലേ ഹെഡ് ഇരിക്കുന്ന ഈ ഒരു പൊസിഷനിലേക്ക് വന്നിട്ട് ഇവിടെ ഒരു കീ ഫ്രെയിം കൊടുത്തു. അതിനുശേഷം റൈറ്റ് സൈഡിലേക്ക് വന്നിട്ട് ഒരു കീ ഫ്രെയിം കൊടുത്തു. റൈറ്റ് സൈഡിൽ ഈ ഒരു കീ ഫ്രെയിം സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് താഴേക്ക് കൊണ്ടുവച്ചു. വെച്ചപ്പോൾ എന്തുണ്ടായി, നമ്മുടെ ഒപ്പാസിറ്റി ഇവിടെ കുറഞ്ഞു വന്നു. കണ്ടില്ലേ, ഇവിടെ നിന്ന് കുറഞ്ഞ് 0ലേക്ക് പോയി. സോ ഇപ്പോൾ നമ്മുടെ ഒപ്പാസിറ്റിക്ക് നമുക്ക് കീ ഫ്രെയിം കൊടുക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു. അതുപോലെ തന്നെ നമുക്ക് സ്പീഡിനും കീ ഫ്രെയിം കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പെൻ ടൂളിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത ടൂൾ എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ടൂളാണ്. റെക്റ്റാങ്കിൾ ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാനാണ്. നമുക്ക് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്താൽ നമുക്ക് സ്ക്വയറും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പിലുള്ളതാണ് എലിപ്സ് ടൂൾ. എലിപ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എലിപ്സ് ടൂൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പോളിഗൺ ടൂൾ യൂസ് ചെയ്ത് നമ്മൾ പോളിഗൺ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ടൂൾ ബാറിലെ അടുത്ത ടൂളാണ് ഹാൻഡ് ടൂൾ എന്ന് പറയുന്നത്. ഹാൻഡ് ടൂളിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് എച്ച് ആണ്. ഹാൻഡ് ടൂൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് നാവിഗേറ്റ് ചെയ്യാനാണ് നമ്മൾ ഹാൻഡ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് നമ്മുടെ ടൈം ലൈൻ പ്രിസൈസ് ആയിട്ട് നമുക്ക് മൂവ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ടൂളാണ് സൂം ടൂൾ. സൂം ടൂളിൻ്റെ ഷോർട്ട് കട്ട് ഇസഡ് ആണ്. ഓക്കെ, അപ്പോൾ സൂം ടൂൾ പേര് പോലെ തന്നെ നമുക്ക് ടൈം ലൈനൊക്കെ സൂം ചെയ്ത് നോക്കാനായിട്ടാണ് നമ്മൾ സൂം ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടൂളാണ് ടൈപ്പ് ടൂൾ എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ടൈപ്പ് ടൂൾ യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, ടെക്സ്റ്റ് ഹൊറിസോണ്ടലായിട്ട് ടെക്സ്റ്റ് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ വെർട്ടിക്കൽ ടൈപ്പ് ടൂൾ എന്ന് പറയുന്ന ഒരു ടൂളും അവൈലബിൾ ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ടെക്സ്റ്റ് തന്നെയാണ് ആഡ് ചെയ്യുന്നത്, വെർട്ടിക്കലായിട്ടാണെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ വെർട്ടിക്കലായിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ വെർട്ടിക്കൽ ടൈപ്പ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ.